MBBS പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. ചിലപ്പോൾ എന്താ പറയുക, ബോർഡ് എക്സാമിന് കുറച്ച് മാർക്ക് കുറയും. MBBS അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എഫക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മാത്സ് സ്ട്രോങ് ആക്കി വെക്കണം. കാരണം നമുക്ക് മനസ്സിലൊരു വിചാരം വരും, നമുക്ക് മാത്സ് ഇല്ലല്ലോ, അപ്പോൾ മാത്സ് പഠിക്കേണ്ട ആവശ്യമില്ല, ആ ടൈമിൽ ഫിസിക്സ് കുറച്ച് ചെയ്താൽ പോരെ എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്ക് മാത്സിൻ്റെ ഫോർമുലാസ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ വേണം. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ കഴിയുന്നത് റിപ്പീറ്റേഴ്സിൻ്റെ കൂടെ തന്നെ എക്സാം വെക്കാൻ ശ്രമിക്കണം. കാരണം എനിക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജാനുവരി വരെ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു എൻട്രൻസിന്. അത് കഴിഞ്ഞിട്ട് ജാനുവരി ഫെബ്രുവരി ഞങ്ങൾക്ക് രാജാസിൽ ഓപ്പൺ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പ്രാക്ടിക്കൽ അങ്ങനത്തെ റെക്കോർഡ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ രാജാസിൽ പോയി വരവും അതൊക്കെ നമ്മൾ ആ ഒരു കമ്പനിയിൽ നമ്മളിങ്ങനെ നടക്കും. അപ്പോൾ നമ്മൾ എഴുതുന്ന എക്സാമിൽ എക്സ്പെഷ്യലി നമ്മളെ ക്ലാസ്സിൽ നമുക്ക് എല്ലാവരുടെയും റേഞ്ച് അറിയുണ്ടാവും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കരുതുമ്പോൾ ഓക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഓക്കെ ശരി കുഴപ്പമില്ല പോകുന്നു. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന ഓരോരുത്തരും നമ്മുടെ കൂടെ ഇപ്പോൾ ഉറപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര ബാക്കോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കില്ല. അപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നിങ്ങളെ റിപ്പീറ്റേഴ്സിനെ വെച്ച് മാത്രമേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ബോർഡ് എക്സാമിന് പോകുന്ന ടൈമിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 month മിസ്സാകുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവർ നല്ല സ്ട്രോങ് ആവും. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്താ പറയുക, ഒരു ജാനുവരിയിലൊക്കെ എഴുതുന്ന എക്സാമിന് എനിക്ക് എപ്പോഴും റിപ്പീറ്റേഴ്സിൻ്റെ കൂടെ എഴുതുമ്പോൾ ഒരു ഫസ്റ്റ് 20 എന്തായാലും വരുമായിരുന്നു. ചില എക്സാമിന് 10 തന്നെ കയറാൻ പറ്റുമായിരുന്നു. പക്ഷേ മാർച്ച് ബോർഡ് എക്സാമും കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു 1 month ഞാൻ നല്ല റിലാക്സ്ഡ് ആയിപ്പോയി. എനിക്കൊരു ഓവർ കോൺഫിഡൻസ് വന്നു, എന്തായാലും തട്ടിമുട്ടി കയറി പോയിക്കോളും എന്നൊരു ഫീൽ എനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഡേ സ്കോളർ ആയിരുന്നു. ഈ ഡേ സ്കോളർ ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, അത് ശരിയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ചൂട് കുറയും എവിടേക്കോ. കാരണം എനിക്ക് എന്താ വെച്ചാൽ, എനിക്ക് എല്ലാ ചാപ്റ്റേഴ്സും അറിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, അത് കയറിപ്പോയിക്കോളും, ആ ഒരു ഫീൽ എനിക്ക് വന്നു. പക്ഷേ അവിടെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ റിവൈസ് ചെയ്യണം. എക്സ്പെഷ്യലി നമ്മൾ മെഡിസിൻകാരാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മഗ് തന്നെ വേണം. ആ മഗ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു 1 month നിങ്ങൾ +1 +2 ടൈം ടേബിൾ ഇട്ടിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾ റിവൈസ് ചെയ്യണം. ആൻഡ് എപ്പോഴും നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് റിപ്പീറ്റേഴ്സ് വെച്ചാണ്. ഒരിക്കലും നിങ്ങളുടെ ബാച്ച് മേറ്റ്സ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AM സാറ് ക്ലാസ്സിൽ വന്ന് കുറേ സംസാരിക്കും. സാറ് പറഞ്ഞ പല കാര്യങ്ങളും നമുക്കപ്പോൾ വളരെ സില്ലി ആയിട്ട് തോന്നും. അപ്പോൾ സാർ അങ്ങനെയാണ്. പക്ഷെ എന്താ വെച്ചാൽ, സാറിന് എത്ര സ്നേഹമുള്ള ഒരാൾ നമുക്ക് പിന്നെ ഒരിക്കലും കിട്ടില്ല. എന്നെ അത്രയും മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള, എന്നെ അത്രയും സ്നേഹിച്ചിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ക്ലാസ് ടീച്ചേഴ്സിൽ. ആരില്ലാത്ത സമയത്ത് സാറ് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാവും. പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ഓരോ സ്റ്റാഫുകളും അവർക്കൊക്കെ നമ്മളെ നല്ല ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ ഇക്ബാൽ സാർ ആണെങ്കിലും, പിന്നെ ഇവിടെ അസ്കറാക്കി ആണെങ്കിലും, ഇവിടെ ഓഫീസിലെ ഓരോ സ്റ്റാഫ് ആയിക്കോട്ടെ, നമ്മുടെ എക്സാം സെൻറ്ററിലെ താത്തമാരായിക്കോട്ടെ, എല്ലാവർക്കും നമ്മളെ വലിയ കാര്യമായിരിക്കും. അവരിപ്പോൾ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും, വെറുതെ സംസാരിക്കും. കോളേജ് കയറി കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, വളരെ പ്രൊഫഷണലാണ്.